ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ആക്കുന്നത് 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ ക്രിസ്മസ് എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Activity 1. Seena is trying to find out which materials dissolve in water and which do not. സീന എന്താണ് കണ്ടുപിടിക്കുന്നത്? ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ വസ്തുക്കളാണ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതും വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തതും. ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഷീ മേഡ് എ ലിസ്റ്റ് ഓഫ് തിങ്സ് അറൗണ്ട് ഹെർ. അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് അവൾ അവളുടെ ചുറ്റുമുള്ള വസ്തുക്കളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ബേസ്ഡ് ഓൺ ദി ലിസ്റ്റ് ഷീ ഗസ്ഡ് വിച്ച് മെറ്റീരിയൽസ് വുഡ് ഡിസോൾവ് ആൻഡ് വിച്ച് വുഡ് നോട്ട്. അങ്ങനെ ആ ലിസ്റ്റ് നോക്കിയിട്ട് അവൾ ഗസ് ചെയ്തു ഏതൊക്കെയാണ് ഡിസോൾവ് ചെയ്യുക, ഏതൊക്കെയാണ് ഡിസോൾവ് ചെയ്യാത്തതെന്ന്. ബട്ട് വെൻ ഷീ ഡിഡ് ദി എക്സ്പെരിമെൻറ്റ് ഷീ ഫൗണ്ട് മെനി ഓഫ് ഹെർ ഗസ്സസ് വെർ റോങ്. പക്ഷെ അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു? ഗസ് ചെയ്ത പല ആൻസേഴ്സും തെറ്റായിരുന്നു. ഹിയർ ആർ സീനാസ് ഗസ്സസ്. ഇവിടെ താഴെ നിങ്ങൾക്ക് സീനയുടെ ഗസ്സസ് ആണ്, ഊഹങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിൽ കുറച്ചൊക്കെ തെറ്റുകളുണ്ട്. അവൾ 2 കോളം തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസോൾവ്സ് ഇൻ വാട്ടറും ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറും. ഡിസോൾവ്സ് ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത്, മറ്റൊരു വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്തത്. ഷുഗർ, ടീ പൗഡർ, ചില്ലി പൗഡർ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, സാൻഡ്. ഇതിലുള്ള എല്ലാ മെറ്റീരിയൽസും ഡിസോൾവ് ഇൻ വാട്ടർ തന്നെയാണോ? നമുക്ക് താഴെയുള്ള ചോദ്യത്തിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഇനി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിൽ അവൾ തയ്യാറാക്കിയിട്ടുള്ളത് കോപ്പർ സൾഫേറ്റ്, ബേക്കിംഗ് സോഡ, അയൺ പൗഡർ, സാൾട്ട്, സോപ്പ് പൗഡർ ഒക്കെയാണ്. ഇതിലൊക്കെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം തെറ്റുണ്ട്. ഇനി എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മിസ്റ്റേക്സ് ഇൻ സീനാസ് ലിസ്റ്റ് ആൻഡ് കറക്റ്റ് ദം. സീനയുടെ ലിസ്റ്റിലുള്ള തെറ്റുകൾ തിരുത്തി കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ബോക്സിൽ നോക്കിക്കേ, ഷുഗർ ഡിസോൾവ് ചെയ്യും എന്നാണ് എഴുതിയത്, കറക്റ്റാണ്. ടീ പൗഡർ വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല, സോ അത് തെറ്റാണ്. ടീ പൗഡർ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. ചില്ലി പൗഡറും ഡിസോൾവ് ചെയ്യില്ല, അതും ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കറക്റ്റാണ്, ഡിസോൾവ് ചെയ്യും. സാൻഡ് തെറ്റാണ്. കല്ലലിയോ ഇല്ല, കല്ല് വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല, അത് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. ഇനി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറിൽ എന്തൊക്കെയാണ് തെറ്റെന്ന് നോക്കാം. കോപ്പർ സൾഫേറ്റ് ഡിസോൾവ് ചെയ്യുന്നൊരു മെറ്റീരിയലാണ്, സോ അത് ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. ബേക്കിംഗ് സോഡയും ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. അയൺ പൗഡർ ശരിയാണ്, ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറാണ്, വെള്ളത്തിൽ അലിയില്ല. സാൾട്ട്, ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന മെറ്റീരിയലാണ്, ഡിസോൾവ് ഇൻ വാട്ടറിലാണ് എഴുതേണ്ടത്. സോപ്പ് പൗഡർ ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടറാണ്, വെള്ളത്തിൽ അലിഞ്ഞു ചേരില്ല. ഈ ഒരു ചോദ്യം നിങ്ങളുടെ 3ാമത്തെ പാഠമായിട്ടുള്ള വാട്ടർ ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർത്താണ്. സോ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഏതൊക്കെ ഐറ്റംസ് ആണ് ഡിസോൾവ് ചെയ്യുന്നതും ഡിസോൾവ് ചെയ്യാത്തതെന്നും മനസ്സിലാക്കി വെക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് ഡിസോൾവ്ഡ് ഇൻ സോഡ വാട്ടർ. സോഡ വാട്ടറിൽ അലിഞ്ഞു ചേരുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 47ാമത്തെ പേജിൽ പറയുന്നുണ്ട്, സോഡയിൽ അലിഞ്ഞു ചേരുന്ന ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണെന്ന്. ഇത് ബി ക്വസ്റ്റ്യൻ, വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ വാട്ട് ആർ ദി സൊല്യൂട്ട്, സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ. ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതണമെങ്കിൽ നമ്മൾ സൊല്യൂട്ട് എന്താണെന്നും സോൾവെന്റ് എന്താണെന്നും സൊല്യൂഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എ സബ്സ്റ്റൻസ് ദാറ്റ് ഡിസോൾവ്സ് ഈസ് കാൾഡ് എ സൊല്യൂട്ട്. അതായത് അലിഞ്ഞു ചേരുന്ന വസ്തുവാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ദ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഇറ്റ് ഡിസോൾവ്സ് ഈസ് കാൾഡ് സോൾവെന്റ്. ഏതിലാണോ ആ ഒരു വസ്തുവിനെ അലിയിപ്പിക്കുന്നത് അതിന് പറയുന്നതാണ് സോൾവെന്റ്. എ സൊല്യൂഷൻ ഈസ് ഫോംഡ് വെൻ ദി സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദി സോൾവെന്റ്. നമ്മൾ ഈ സൊല്യൂട്ട് സോൾവെന്റിൽ അലിയിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് സൊല്യൂഷൻ. ഈ ചോദ്യം നോക്കാം, ഷുഗർ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താണ് സൊല്യൂട്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് ഇവിടെ അലിഞ്ഞു ചേരുന്നത്? ഷുഗർ അല്ലേ, സോ ഷുഗർ ആണ് സൊല്യൂട്ട്. ഇനി സോൾവെന്റ് എന്തിലാണ് അലിയിപ്പിക്കുന്നത്? വെള്ളത്തിൽ, സോ വാട്ടർ ആണ് സോൾവെന്റ്. ഇനി സൊല്യൂഷൻ എന്ന് പറയുന്നത് ഷുഗർ വാട്ടർ ആണ്, ഷുഗർ വാട്ടർ സൊല്യൂഷൻ ആണ്. പഞ്ചസാര വെള്ളത്തിൽ അലിയിക്കുമ്പോൾ പഞ്ചസാര ലായനി ഉണ്ടാവുന്നു.
ആക്ടിവിറ്റി 2 അനലൈസ് ദി ടേബിൾ ഷോയിങ് ദി ഡെയിലി യൂസേജ് ഓഫ് പ്യുവർ വാട്ടർ. നല്ല ശുദ്ധമായ വെള്ളത്തിൻ്റെ ദിവസമുള്ള ഉപയോഗമാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞത്. ഡ്രിങ്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് 2.5 to 3.5 ലിറ്റർ ഓഫ് വെള്ളമാണ്. ഇനി കുക്കിംഗ് ഫുഡ് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 3.0 to 4.0 ആണ്. ബാത്തിങ് ആൻഡ് വാഷിംഗ് ക്ലോത്ത്സ്, കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 30 ആണ്. വാഷിംഗ് എനിമൽസിന് കഴുകാൻ വേണ്ടിയിട്ട് 25.0 ആണ്. വാഷിംഗ് വെഹിക്കിൾസ് 50.0 ആണ്. A question, examine the table and find which activities waste pure water. ശുദ്ധമായ ജലം വേസ്റ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ വാഷിംഗ് എനിമൽസിനെ കഴുകുന്നതും വാഷിംഗ് വെഹിക്കിൾസ് കഴുകുന്നതുമാണ് 2 ആക്ടിവിറ്റീസ് ആണ്. അത് എഴുതി കൊടുക്കുക. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ബ്ലഡ്? മനുഷ്യൻ്റെ ബ്ലഡിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ ഓരോ സ്ഥലത്തും നമ്മുടെ ബോഡിയിൽ എത്ര പെർസെൻറ്റേജ് ഓഫ് വെള്ളമാണെന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ബ്ലഡിലാണ് ചോദിച്ചത്. ബ്ലഡിൽ 94% ആണുള്ളത്. See question, create a poster to make students in your school aware of preventing pure water wastage. ശുദ്ധമായ ജലത്തെ സംരക്ഷിക്കേണ്ടതിനെ പറ്റി കുട്ടികളെ അവെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു പോസ്റ്ററാണ്. സേവ് വാട്ടർ, ദ വേൾഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്. വെള്ളം സംരക്ഷിക്കൂ, വേൾഡ് നിങ്ങളുടെ കൈകളിലാണ്. ഇതുപോലെ നിങ്ങളും കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ച് നല്ല നീറ്റായിട്ട് കളർഫുള്ളായിട്ട് പോയിൻറ്റ്സ് ഒക്കെ എഴുതിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എഴുതാൻ പറ്റിയ കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ കൊടുക്കാം. ടൈറ്റിൽ സേവ് എവരി ഡ്രോപ്പ്, ഓരോ തുള്ളിയും സംരക്ഷിക്കുക എന്ന് കൊടുക്കാം. എന്നിട്ട് നല്ല ചിത്രമൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ക്ലൗഡ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ബോക്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കുറച്ച് പോയിൻറ്റ്സ് എഴുതി കൊടുക്കുക. ടേൺ ഓഫ് ടാപ്സ് ടൈറ്റ്ലി, പൈപ്പ് മുറുക്കി അടയ്ക്കുക. ഡോണ്ട് വേസ്റ്റ് ക്ലീൻ വാട്ടർ, ശുദ്ധമായ വെള്ളം വേസ്റ്റ് ആക്കരുത്. റിയൂസ് വാട്ടർ വെർ പോസിബിൾ, നിങ്ങൾക്ക് എവിടേക്കാണോ വെള്ളം റിയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അവിടെയൊക്കെ നിങ്ങൾ വീണ്ടും ഉപയോഗിക്കുക. റിപ്പോർട്ട് ലീക്സ് ക്വിക്ക്ലി, എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശരിയാക്കുക. വാട്ടർ ഈസ് ലൈഫ്, ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. സോ നിങ്ങൾക്ക് എത്ര കളർഫുൾ ആക്കാൻ പറ്റുമോ അത്രയും കളർഫുൾ ആയിട്ട് നല്ലൊരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കാൻ പഠിക്കുക. ആക്ടിവിറ്റി 3, ദ സീഡ്സ് ഓഫ് പ്ലാന്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു വേരിയസ് പ്ലേസസ്. കുറച്ച് പല സ്ഥലങ്ങളിലുമായിട്ട് വിത്തുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആർ ഫൗണ്ട് ഇൻ വൺ റീജിയൻ ആൻഡ് ദി സെയിം പ്ലാന്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഇൻ വേരിയസ് റീജിയൻസ്. ഫലമായിട്ട് ഒരു സ്ഥലത്ത് പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, ചില സ്ഥലത്ത് ഒരേപോലത്തെ പ്ലാന്റ്സ് ഉണ്ട്. പ്ലാന്റ്സ് യൂസ് സെവറൽ മെത്തേഡ്സ് ഓഫ് സീഡ് ഡിസ്പേഴ്സൽ. നമ്മൾ സീഡ് ഡിസ്പേഴ്സലിൻ്റെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. സോ താഴത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഗിവൺ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ വിച്ച് വൺസ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ്. അതായത് ഡിസ്പേഴ്സ്ഡ് ബൈ ബേർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വിത്തുകളോ എന്തെങ്കിലുമൊക്കെ ബേർഡ്സ് കൊത്തിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിടും. അങ്ങനെ ആ സ്ഥലത്തും ഇതിൻ്റെ സീഡ് മുളയ്ക്കും. അതാണ് സീഡ് ഡിസ്പേഴ്സൽ ബൈ ബേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏത് പ്ലാന്റ് ആണെന്നാണ് ചോദിച്ചത്. കോക്കനറ്റ്, ഗോവ, ലേഡീസ് ഫിംഗർ. ഇതിലേത് പ്ലാന്റ് ആണ് സീഡ് ഡിസ്പേഴ്സൽ ബൈ ബേർഡ്സ് ചെയ്യുന്നത്? ആൻസർ ഗോവ ആണ് വരുന്നത്. ഗോവ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പേരൊക്കെയാണ്. അടുത്തത് കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ഓൺ സീഡ് ഡിസ്പേഴ്സൽ. സീഡ് ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ട് താഴെ തന്നിട്ടുള്ള ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നിട്ടുള്ളത് മെത്തേഡ്സ് ഓഫ് ഡിസ്പേഴ്സൽ ആണ്. സീഡ് ഡിസ്പേഴ്സലിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ്. വിൻഡ് ഒന്നാമത്തത്, കാറ്റ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ അവിടെ ബ്ലാങ്ക് ആണ്. പിന്നെ വെള്ളം, ബൈ ബേസ്റ്റ് ആൻഡ് റിലീസ്. സോ നമുക്ക് അവിടെ എന്തെഴുതാം? മാംഗോ, മലബാർ പ്ലം ഒക്കെ സീഡ് ഡിസ്പേഴ്സൽ ബൈ നമുക്ക് എനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് എഴുതാം. കാരണം മാങ്ങയുടെ അണ്ടിയൊക്കെ അണ്ണാനോ അല്ലെങ്കിൽ കിളികളൊക്കെ കൊത്തിയിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയി കൊണ്ടിടും. അത് മുളച്ച് അവിടുത്തെ സ്ഥലത്ത് വേറെ പ്ലാന്റ് ഉണ്ടാവും. അങ്ങനെയാണ് സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. സോ നമുക്ക് അവിടെ ഡിസ്പേഴ്സൽ ബൈ എനിമൽസ്, ബേർഡ്സ് എന്നെഴുതാം. ഇത് കാറ്റിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ മിൽക്ക് വീഡ്, പപ്പൂസ് തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് എഴുതാൻ വേറൊരു പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ അവിടെ എഴുതി കൊടുക്കുക സൺഫ്ലവർ സീഡ്സ്.
വെള്ളത്തിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്ന പ്ലാന്റിൻ്റെ പേരാണ് ചോദിച്ചത്. അവിടെ കോക്കനറ്റ് എന്ന് എഴുതി കൊടുക്കുക. കോക്കനറ്റ് വാട്ടറിലൂടെ സീഡ് ഡിസ്പേഴ്സൽ നടക്കുന്നതാണ്. വേറെ എക്സാമ്പിൾസ് ലോട്ടസ് ഉണ്ട്, മാംഗ്രോവ്സ് ഉണ്ട്. ഇവിടെ ഒന്ന് എഴുതിയാൽ മതി. സോ നിങ്ങൾ കോക്കനറ്റ് എന്ന് എഴുതുക. ഈ ചോദിച്ചത് ബൈ ബേസ്റ്റ് ആൻഡ് റിലീസിലാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഒന്ന് കോട്ടൺ തന്നിട്ടുണ്ട്, പിന്നെ മറ്റൊന്ന് എഴുതാവുന്നതാണ് ലേഡീസ് ഫിംഗർ. അടുത്തത് ആക്ടിവിറ്റി 4. ഒബ്സർവ് ദി പിക്ചേഴ്സ് ഓഫ് ലീവ്സ് ആൻഡ് റൂട്ട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ഗ്രീൻ ഗ്രാം, മാംഗോ, കോക്കനറ്റ് ആൻഡ് ബാംബു. ഇവിടെ നിങ്ങളെടുത്ത് ഈ ലീവ്സും ഈ റൂട്ട്സും ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എ. ഒബ്സർവ് ദി ഇമേജ് ആൻഡ് ഐഡൻറ്റിഫൈ 2 പ്ലാന്റ്സ് വിത്ത് ദി സെയിം വീനേഷൻ പാറ്റേൺ. നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് വീനേഷൻ പഠിച്ചിട്ടുണ്ട്. ഒന്ന് റെറ്റിക്കുലേറ്റ് വീനേഷനും മറ്റേത് പാരലൽ വീനേഷനും. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ എലമേലുള്ള വീൻസ് എങ്ങനെയായിരിക്കും? ബ്രാഞ്ചസ് പോലെ ആയിരിക്കും. ഒരു വീൻസിൽ നിന്ന് വേറെയും ഇങ്ങനെ വീൻസ് ഇങ്ങനെ പോയിട്ടായിരിക്കും. ഇനി പാരലൽ വീൻസ് എന്ന് പറഞ്ഞാൽ ലൈൻ പാരലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് ഇങ്ങനെ പോകുന്നതായിരിക്കും. സെയിം വീനേഷനുള്ള 2 പ്ലാന്റ്സിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പിക്ചറിൽ നോക്കിയാൽ നമുക്കറിയാം ഗ്രീൻ ഗ്രാമും മാംഗോവും സെയിം ടൈപ്പ് ഓഫ് വീനേഷൻ ആണ്. അവർക്ക് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആണ് ഇവിടെ വരുന്നത്. കോക്കനറ്റും ബാമ്പുവും സെയിം ആണ്. അവർക്ക് 2 പേർക്കും പാരലൽ വീനേഷൻ ആണ് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ. റൈറ്റ് ദി നെയിംസ് ഓഫ് വീനേഷൻ പാറ്റേൺസ് ആൻഡ് റൂട്ട് സിസ്റ്റം ഫോർ ഈച്ച് പ്ലാന്റ്. ഓരോ പ്ലാന്റിൻ്റെയും റൂട്ട് സിസ്റ്റവും വീനേഷനും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഗ്രീൻ ഗ്രാമിന് റൂട്ട് സിസ്റ്റം ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. വീനേഷന് റെറ്റിക്കുലേറ്റ് ആണ്. ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേരിൽ നിന്നിങ്ങനെ പൊട്ടി വേറെ കുഞ്ഞു വേരുകൾ വരുന്നതിനാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. വീനേഷനും അതുപോലെ തന്നെ ഇലയിലുള്ള വീൻസ് നാരുകൾ ഇങ്ങനെ പൊട്ടി ചെറിയ വീൻസ് വലിയ വീൻസിൽ നിന്ന് വരുന്നതിനാണ് റെറ്റിക്കുലേറ്റ് എന്ന് പറയുന്നത്. ഇനി മാംഗോക്കും ടാപ്പ് റൂട്ട് സിസ്റ്റമാണ്, വീനേഷന് റെറ്റിക്കുലേറ്റ് ആണ്. ഇനി കോക്കനറ്റിൻ്റെത് ഫൈബ്രസ് റൂട്ടാണ്. ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേരുകളും ഇങ്ങനെ എന്താ പറയുക സ്ട്രെയിറ്റ് ഒരു സ്റ്റെമ്മിൽ നിന്ന് ഇങ്ങനെ നേരെ താഴേക്ക് കുറേ വേരുകളായിരിക്കും. പിക്ചറിൽ കാണുന്നത് ഒരു ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. ഓക്കെ. ഇനി ബാംബുവിൻ്റെതും ഫൈബ്രസ് റൂട്ട് സിസ്റ്റമാണ്. വീനേഷൻ പാരലൽ വീനേഷൻ ആണ് വരുന്നത്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. എക്സാമിൻ ദി ഇമേജ് ഓഫ് ദി കോൺസ്റ്റലേഷൻ ഗിവൺ ബിലോ. താഴെ നിങ്ങൾക്ക് 2 കോൺസ്റ്റലേഷൻസ് തന്നിട്ടുണ്ട്. അത് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. സ്കൈ നിയർ അറ്റ് ഹാൻഡിൽ നിന്നാണ്. ഈ ചാപ്റ്ററിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കാണുക. ദെൻ ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഐഡൻറ്റിഫൈ ദി നെയിംസ് ഓഫ് ദി കോൺസ്റ്റലേഷൻ ഇൻ ദി ഇമേജസ്. ചിത്രത്തിലുള്ള കോൺസ്റ്റലേഷൻസിൻ്റെ പേരെന്താണെന്നാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. 1ാമത്തെ പിക്ചറിലുള്ളതാണ് ദി ഹണ്ടർ, ഒറിയോൺ എന്ന് പറയുന്ന കോൺസ്റ്റലേഷൻ ആണ്. സെക്കൻഡ് പിക്ചറിലുള്ളതാണ് സപ്തർഷീസ്. ഇനി ബി ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് മന്ത് ക്യാൻ ബി ദ കോൺസ്റ്റലേഷൻ ഇൻ ഇമേജ് 1 ബീൻ സീൻ ഇൻ ദ സ്കൈ. ഏത് മാസത്തിലാണ് 1ാമത്തെ ചിത്രത്തിലുള്ള കോൺസ്റ്റലേഷൻ കാണപ്പെടുന്നത്? ഡിസംബറിലാണ്. ഓക്കെ. ഹൗ മെനി സ്റ്റാർസ് ക്യാൻ ബി ക്ലിയർലി സീൻ ഇൻ ഇമേജ് 2. ഇമേജ് 2ൽ എത്ര സ്റ്റാർസ് ആണ് കാണപ്പെടുന്നത്? 7 സ്റ്റാർസ് ആണ്. ഓക്കെ. ഇനി ഡി. റൈറ്റ് ദി നെയിം ഓഫ് ദി സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് വിത്ത് സ്കൈ വാച്ചിങ്. സ്കൈ വാച്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേര് എഴുതാനാണ്. ടെലേറിയം, സ്കൈ മാപ്പ്, സ്കൈ വ്യൂ ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. ആക്ടിവിറ്റി 6. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO പ്ലാൻസ് മെനി സ്പേസ് മിഷൻസ് ലൈക്ക് ചന്ദ്രയാൻ. ISRO കുറേ മിഷൻസ് നടപ്പിലാക്കിയിട്ടുണ്ട് ചന്ദ്രയാൻ പോലത്തെ. ചോദ്യം എ. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ടേബിള് പൂരിപ്പിക്കാനാണ്. പിക്ചറും തന്നിട്ടുണ്ട്, ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട്. മാസ് എക്സ്പെഡീഷൻ മാസിൻ്റെ ദൗത്യമാണ്. എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞാൽ ദൗത്യം. ഏതാണ് മിഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിഷൻ മംഗൾയാനാണ്. ഇത് സെയിം ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആൻസേഴ്സ് വരുന്നത് ഇതേ കോളം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. സോ ഇതും നോക്കി പഠിച്ച് ഈ 3 കാര്യങ്ങളും ഒബ്ജക്റ്റീവും പേരുകളും നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ബി ക്വസ്റ്റ്യൻ. സ്പേസ് സ്റ്റേഷൻസ് ആർ ലാബോറട്ടറീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ സ്പേസ്. വാട്ട് ആർ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹു ഗോ ടു സ്പേസ്.
സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പാഠം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അവിടെ നോ ഗ്രാവിറ്റി ആണ്. ഗ്രാവിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പിക്ചർ വൈസ് എക്സാമ്പിളൊക്കെ പറഞ്ഞതാണ്. നോ ഗ്രാവിറ്റി എന്താണ്, അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിങ്ങാണ്ട് ഫ്ലോട്ട് ചെയ്തായിരിക്കും നിൽക്കുക. സോ ആൾക്കാർക്ക് നിൽക്കാനൊന്നും കഴിയില്ല. ഇനി വീക്ക് മസിൽസ് ആൻഡ് ബോൺസ്, അവരുടെ എന്താ പറയുക ശരീരമൊക്കെ ഭയങ്കര വീക്കാവും. ഹാർഡ് ടു സ്ലീപ്പ്, ഉറങ്ങാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി സി ക്വസ്റ്റ്യന് മൂണിൻ്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ്. ഇവിടെ 2 തന്നിട്ടുണ്ട്. ദ മൂൺ ഈസ് എർത്ത് നാച്ചുറൽ സാറ്റലൈറ്റ്, ഭൂമിയുടെ നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂണ്. ദ മൂൺ ഈസ് നോൺ ലുമിനസ് നേച്ചർ ആണ്. ഈ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളോട് 2 കൂടി ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഴുതാൻ പറ്റിയ 2 പോയിന്റ്സ് ആണ്. ദ മൂൺ ഡസ് നോട്ട് ഹാവ് ഇറ്റ്സ് ഓൺ ലൈറ്റ്, അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പോലെ ആയിട്ടും പാഠത്തിൽ പഠിച്ചതാണ്. മൂണിന് സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിയില്ല. ദ മൂൺ ടേക്സ് അബൌട്ട് 29 ഡേയ്സ് ടു ഗോ അറൗണ്ട് ദി എർത്ത്, ഭൂമിയെ ചുറ്റാൻ വേണ്ടിയിട്ട് 29 ദിവസമാണ് മൂൺ എടുക്കുന്നത്. ആക്ടിവിറ്റി 7 കംപ്ലീറ്റ് ദി മിസ്സിംഗ് പാർട്സ് ഇൻ ദ ഫോളോയിങ് ടേബിൾ, താഴത്തെ ടേബിളിൽ മിസ്സായിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ യൂസുമാണ് തന്നിട്ടുള്ളത്. ഇതും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസിൽ INSAT എന്തിനാണ്, ഇൻസാറ്റ് എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. GSAT ചോദിച്ചിട്ടുണ്ട്, അത് ഡിഫെൻസ് ആണ്. പിന്നെ ആസ്ട്രോണമി ഉള്ളത് ആസ്ട്രോസാറ്റ് ആണ് വരുന്നത്. സോ ഇതിലുള്ള ഈ ബോക്സിലുള്ള എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതാണെന്ന് നമുക്ക് ചോദിക്കാമെന്ന് അറിയില്ലല്ലോ. ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി നെയിം ഓഫ് ഇന്ത്യൻ സിസ്റ്റം സിമിലർ ടു GPS. GPS-നോട് സിമിലർ ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പേര് ഏതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് ആൻസർ വരുന്നത്. ഇനി സി റോക്കറ്റ് ലോഞ്ചസ് ആർ carried ഔട്ട് ഫ്രം സ്പെസിഫിക് സെൻറ്റേഴ്സ്. സം ഇൻഫോർമേഷൻ അബൌട്ട് സച്ച് സെൻറ്റേഴ്സ് ഇൻ അവർ കൺട്രി ഈസ് പ്രൊവൈഡഡ് ബിലോ. ഇവിടെ റോക്കറ്റ് ലോഞ്ചിനെ കുറിച്ച് 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഇത് ഏതാണെന്നാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഇറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് ഇൻ 1971. ഇത് ഏത് റോക്കറ്റ് ലോഞ്ചാണ്? ആൻസർ വരുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8 ആണ്. എക്സാമിൻ ദി ഇമേജ് പ്രൊവൈഡഡ് ഹിയർ. ഇവിടെ തന്നിട്ടുള്ള ചിത്രം ഒബ്സർവ് ചെയ്യാൻ നിരീക്ഷിക്കുക. ക്വസ്റ്റ്യൻ റൈറ്റ് വാട്ട് A and B റെപ്രസെന്റ് ഇൻ ദ ഇമേജ്. ചിത്രത്തിലുള്ള എയും ബിയും എന്താണെന്ന് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? A കോട്ടിലിഡൻ ആണ്, B റാഡിക്കിൾ ആണ്. ഓക്കെ. B വാട്ട് ഈസ് ദ ചേഞ്ച് ഒക്കറിങ് ഇൻ ഈച്ച് പാർട്ട്. ഓരോ പാർട്ടിലുമുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് എഴുതാം. ദ സീഡ് ഈസ് ജെർമിനേറ്റിംഗ്, എന്താണ്, വിത്ത് മുളയ്ക്കുന്നുണ്ട്. ഇറ്റ് സ്റ്റാർട്ട്സ് ടു സ്പ്രൗട്ട് റൂട്ട്സ്, പിന്നെ എന്താണ്, മല്ലനെ വേരുകൾ മുളയ്ക്കാൻ തുടങ്ങി. ദെൻ പ്ലുമ്യൂൾസ് ഗ്രോസ് ഔട്ട്, പിന്നെ പ്ലുമ്യൂൾസ് ഉണ്ടാവാൻ തുടങ്ങി. അല്ലേ, അത്രയും മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ സി ക്ലാസിഫൈ ദി ഫോളോയിങ് പ്ലാന്റ്സ് ബേസ്ഡ് ഓൺ ദി പ്ലാന്റിംഗ് മെറ്റീരിയൽസ് യൂസ്ഡ്. ഇവിടെ താഴെ കുറച്ച് നിങ്ങൾക്ക് പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കുക. സോ ഇനി അടുത്ത സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.